നമ്മുടെ ഡിസ്പ്ലേ ഉള്ള ലിഥിയം ബാറ്ററി ഇതാ 12.8 വോൾട്ട് ഡിസ്പ്ലേ ഉള്ള ബാറ്ററിയാണ്. എൻ്റെ പേര് നവീൻ, ഞാൻ യൂട്ടിഎല്ലിൻ്റെ ASM ആണ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ പ്രൊഡക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. പുതിയ പ്രൊഡക്റ്റ് അല്ല, നമുക്ക് ഓൾറെഡി ഉള്ളൊരു പ്രൊഡക്റ്റാണ്, നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ ലിഥിയം ബാറ്ററി സീരീസിലെ ഏറ്റവും ബേസ് മോഡലാണ്. 12.8 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണിത്. ഒരുപാട് പേര് നമുക്ക് ഒരു എൻക്വയറി ചോദിച്ചിട്ടുള്ള ഒരു മോഡലും കൂടെയാണിത്. കൂടുതലും 25.6 വോൾട്ടും അല്ലെങ്കിൽ 48 വോൾട്ടിൻ്റെയൊക്കെ വീഡിയോസും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് കൂടുതൽ ഷെയർ ചെയ്ത് പോകുന്നത്. പക്ഷേ നമ്മുടെ ഡിസ്പ്ലേ ഉള്ള ലിഥിയം ബാറ്ററി ഇതാ 12.8 വോൾട്ട് ഡിസ്പ്ലേ ഉള്ള ബാറ്ററിയാണ്. ഇത് വളരെ കോമ്പാക്റ്റ് ആണ്, വാൾ മൗണ്ട് ആണ്. അതേപോലെ തന്നെ ഇതിനകത്തിലെ സെൽസ് പ്രിസ്മാറ്റിക് സെൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് ഇൻഡിക്കേഷനും അതിൻ്റെ വോൾട്ടേജും ആംബിയറും ടെമ്പറേച്ചർ കണ്ടീഷനും എത്ര മാക്സിമം ഇപ്പോൾ പവർ ഉണ്ടെന്നുള്ളതും എല്ലാം നമുക്കിതിനകത്തിൽ അറിയാൻ പറ്റും. ഇതിന് ഇൻബിൽറ്റ് BMS ആണുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ എല്ലാ ബാറ്ററിക്കും ഉള്ള പോലെ തന്നെ ഈ 12.8 വോൾട്ട് ലിഥിയം ബാറ്ററിക്കും സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. MCB സ്വിച്ച്, പ്രൊട്ടക്ഷൻ, സേഫ്റ്റി പ്രൊട്ടക്ഷൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ലിഥിയം ബാറ്ററിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതായത് കൺവെൻഷണൽ ബാറ്ററി, ടോൾ ട്യൂബുലർ ബാറ്ററി, SMF അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്നും എന്താണ് ലിഥിയത്തിനെ വ്യത്യസ്തനാക്കുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ലിഥിയം ബാറ്ററി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ടാത്ത ബാറ്ററി എന്ന് വേണമെങ്കിൽ തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് തന്നെയാണ് ഒന്നാമത്തെ ഒരു വലിയൊരു ഡിഫറൻസ് ആണ്. മാത്രമല്ല, ലിഥിയം ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 10 to 15 ഇയേഴ്സ് ആണ്. അതായത് എൻ്റെ ഈ 12.8 വോൾട്ട് ആണെങ്കിലും ശരി, ഈ റേഞ്ചിൽ വരുന്ന എല്ലാ നമ്മുടെ ബാറ്ററീസും 10 to 15 ഇയേഴ്സ് ആണ് അതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്. 100 AH ആണ്. 100 AH 12.8 വോൾട്ട് ബാറ്ററിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കമ്പയർഡ് ടു കൺവെൻഷണൽ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൈഫ് നമുക്ക് 5 to 8 ഇയേഴ്സേ ഉള്ളൂ. അതിനേക്കാൾ വീണ്ടും ഒരു 5 to 10 മടങ്ങ് നമുക്ക് ലൈഫ് കിട്ടുകയാണ് ലിഥിയം ബാറ്ററി വെക്കുന്നതോടുകൂടി. ഇതിൻ്റെ ഒരു വാറണ്ടി എന്ന് പറയുന്നത് സെയിം 5 ഇയർ വാറണ്ടി തന്നെയാണ് കമ്പനി പറയുന്നത്. നമുക്ക് ഓൺസൈറ്റ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ്റെ എല്ലാം വാറണ്ടി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആയിരിക്കും. പ്രിസ്മാറ്റിക് സെൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിഥിയം അയൺ അല്ല, ലിഥിയം LiFePO4, അതായത് ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇത്. 100 AH 12 വോൾട്ട് ബാറ്ററിയാണിത്. ഇത് വാൾ മൗണ്ട് ആണ്. വാൾ മൗണ്ടിൻ്റെ സ്ക്രൂസ് ഇട്ട് കൊടുക്കാനുള്ള ഹോൾസ്, അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റ് ബാറ്ററികളെക്കാളും എന്തുകൊണ്ട് ഇത് ഹൈ എഫിഷ്യൻസി വളരെ കൂടുതലുള്ള ഒരു കോമ്പാക്റ്റ് ബാറ്ററിയും കൂടെയാണിത്. നമ്മുടെ ഏത് ഇൻവെർട്ടർ മോഡലിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ ഗാമ പ്ലസ്, നമ്മുടെ ലിഥിയം കമ്പാറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഗാമ പ്ലസ് 1000 എന്ന് പറയുന്ന എല്ലാവർക്കും സുപരിചിതമായ ഈ മോഡലിൻ്റെ കൂട്ടത്തിലാണ് ഇത് കമ്പാറ്റബിൾ ആയിട്ട് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഇൻവെർട്ടറിൻ്റെ കൂട്ടത്തിലും ഈ ബാറ്ററി നമുക്ക് കൊടുക്കാൻ പറ്റും. 12.8 വോൾട്ട് ഉള്ള മെഷീൻസ്, UPSകൾ അല്ലെങ്കിൽ ഇൻവെർട്ടറുകളിലെല്ലാം നമുക്കിത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ലിഥിയം ബാറ്ററി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത് സെറ്റായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ഇത് നമ്മുടെ 1 കിലോവാട്ടിൻ്റെ ഗാമ പ്ലസിൻ്റെ സോളാർ PCU, 100 AH 12.8ൻ്റെ ഈ ബാറ്ററി, പിന്നെ ഒരു പാനൽ, ഇങ്ങനെയാണ് നമ്മളിത് കോംബോ സെറ്റായിട്ട് നമ്മളിത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ സ്റ്റോറുകളിലും, അതായത് ട്രിവാൻഡ്രം മുതൽ നമുക്ക് നോർത്ത് കാസർഗോഡ് വരെയുള്ള എല്ലാ ഡീലേഴ്സിൻ്റെ അടുക്കലും നമ്മളിത് അവൈലബിൾ ആണ്. നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു, നമ്മുടെ ഗാമ പ്ലസിൻ്റെ അല്ലെങ്കിൽ ഗാമ പ്ലസ് സീരീസിലുള്ള എല്ലാ മോഡൽസിൻ്റെയും വാറണ്ടി 3 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. അത് 1 kVA, 2 kVA, 3 kVA up to 5 kVA വരെയുള്ള ഗാമ പ്ലസിൻ്റെ സോളാർ PCUസിൻ്റെ എല്ലാം ഇത് 3 ഇയർ വാറണ്ടി ആക്കിയിട്ടുണ്ട്.